മനോട്ടെ പിന്നെ നമ്മുടെ ആ ജപ്പാനിൽ ഒരു പെണ്ണുങ്ങൾ പ്രവചനം നടത്തുക മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി നമ്മൾ ഇറങ്ങിയാണ്. അതിന് ഉറങ്ങാതെ ആരെയുള്ള പ്രശ്നമില്ലാന്നേ. ഇയാളെ അല്ല ലക്ഷണ പിന്നെ ജൂലൈ 5 പുലർച്ചെ 4:18 വളരെ കൃത്യമായി പറയുന്നത്. ജപ്പാനും തൊട്ടടുത്ത ഒരു ഉപദ്വീപിനും ഇടയില് പിന്നെ ഇത് സുനാമി ഉണ്ട്, അതായത് വെള്ളം തിളച്ച് പൊന്തുന്ന പറഞ്ഞവര്. അങ്ങനെ അവരെ പറഞ്ഞു. അവര് പക്ഷേ വേർക്കാറുണ്ട്. അവർ പറഞ്ഞ പ്രവചനമൊന്നും ഇതുവരെ തെറ്റില്ല. ഇതിൽ കുറച്ച് വ്യതിയാനം വന്നു. എന്റെ മാഷ ഈ പ്രവചനം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിനോട് കുറച്ച് പറയുന്നത് ഈ മാസം ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെല്ലാം പാർട്ടി ആരെല്ലാം തൊടമാറുണ്ട് ഞാൻ ഉറങ്ങാൻ നമ്മുടെ ചക്കരണ്ടാണ് ജപ്പാനിൽ. ഞാൻ ഓനെ വിളിച്ചു. ഓവർ റെഡി യാതൊരു പ്രശ്നമില്ല. ഞാനും വിളിച്ചു. ഇയാളെ പിന്നെ അളിയന്റെ പോകണ്ട. ഞാൻ വിളിച്ചു എടാ മോനെ എങ്ങനെയുണ്ട് എന്റെ പപ്പ വീട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ജപ്പാനിലെ തന്നെ സാധാരണക്കാരൻ അപാര തലയും കഴിവുള്ള ആളുകളാണ്. ഓനെ ഈ സുനാമി വല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓനെ അറിയില്ല. അവരതിനോടൊക്കെ ഇപ്പം വീടൊക്കെ നിർമ്മിക്കുന്ന ഇവിടെ. ശരിയാണ്. അപ്പൊ നമ്മള് ഈ പ്രവചനത്തെ കുറിച്ച് പറയാമെങ്കിൽ ഇത് എന്റെ പൊട്ടക്കണ്ണൻ എറിയുന്ന പോലെ സംഭവം. പൊട്ടക്കണ്ണൻ എറിയ പോലെ അറിയും. വീണ കൊണ്ടു. അപ്പൊ ഞാൻ പിന്നെ അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞ ആള് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയും. അപ്പം ഇത് വാരവനുണ്ടാവല്ലോ. അപ്പൊ ലക്ഷ്മണൻ അശ്വതിയാണ്. ചിലപ്പോ ഞാൻ ഈ നമ്മ മൂന്നാം അശ്വതിയാണ്. ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞത് ശരിയാവും. അതായത് ലോകത്തിലെ ഏതെങ്കിലും ഒരു അശ്വതിക്ക് ഇത് കിട്ടും. അത് കിട്ടും. അപ്പൊ ഓനെന്തെന്ന് ഇവൻ പറഞ്ഞത് ശരിയല്ലേ? ഇത്ര അതിന് കഥയില്ലോ. അല്ലാണ്ട് വേറെ അതിന് വേറൊരു പ്രശ്നമുണ്ട് മനോജ്. പിന്നെ നമ്മളെ ഈ ഇതുണ്ടല്ലോ ഈ വാട്സപ്പിൽ വരുന്ന പല കാര്യങ്ങളും ബുദ്ധിത്തങ്ങളാണ്. അത് ഇപ്പോഴാണോ മനസ്സിലായി നിങ്ങ? അല്ല അതാണ് ഈ വാട്സപ്പിൽ വരുന്ന ഈ സാധനം. അതെ, ഇങ്ങനെയല്ലേ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രമുഖ നടൻ സംഭവിച്ചത്. അപ്പൊ പാവങ്ങൾ എന്താ ഇത് കാണും. ഇത് മാറ്റാറ് കൂടെയല്ലേ ഉള്ളൂ. ഇത് കാണും പ്രമുഖ നടൻ സംഭവിച്ചത്. ആ പ്രമുഖനും ഉണ്ടാവില്ല, നടനും ഉണ്ടായാലും ഓരോ പേരും ഉണ്ടാവില്ല. അത് മാത്രമല്ല പറഞ്ഞ തന്നെ പറഞ്ഞ് അവസാനം എത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. കാരണം ലെങ്ത് കൂട്ടണം, അത്രേ ഉള്ളൂ. ഈ പ്രവചനം ഇത് തന്നെയാണ്, വേറെ ഒന്നല്ല. എന്ത് ഇപ്പം നിങ്ങള് പറഞ്ഞല്ലേ ചില ജ്യോതിഷന്മാര് ഫേസ്ബുക്കിൽ പറഞ്ഞേക്കില്ലേ, ലോട്ടറി അടിക്കും എന്നാ സംഭവം തരിക. ഇപ്പൊ ഞാൻ നമ്മൾ 3 ആളുകളെ ലോട്ടറി എടുത്തു. ഏതൊക്കെ 100 രൂപ അടിച്ചല്ലോ. ലോട്ടറി അടിച്ചില്ലേ? ഇതിപ്പോ ലോട്ടറി അടിച്ചാൽ ജപ്പാൻ ഗവൺമെന്റ് കാരണം കുറെ നഷ്ടം വന്നു. വിമാനത്തിൽ ഒരു കുഞ്ഞു കയറിയ അത് ശരിക്കും നഷ്ടം ഇവരോട് ഈടാക്കണ്ടല്ലോ. ഇത്തരം ആളുകളെല്ലാം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇലക്ഷന് ഇത്ര വോട്ട് കിട്ടും ആർക്കും അറിയാൻ പറ്റില്ല. ഇത്ര വോട്ട് കിട്ടും. ഒരു കൊണ്ടതാപിന് പറയാം ഇന്ന ആള് ജയിക്കും. അത് പണ്ട് എന്താ അറിയാ, ഈ കളിക്കുമ്പോ ബെറ്റ് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പം ഞാൻ 5000 രൂപയ്ക്ക് ഗോവിന്ദനോട് ഇന്ന ടീം ജയിക്കുന്ന പറഞ്ഞ് ബെറ്റ് വെക്കും. അതിന്റെ എതിർ ടീം ജയിക്കുന്നതിന്റെ 10,000 രൂപ നിങ്ങളോടും വെക്കും. അപ്പൊ ഏതൊക്കെ ഒരിക്കലും പൈസ പോല ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഈക്വലായിട്ട് പോയുള്ളൂ. ചെറുപുഴയ്ക്ക് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റി വെക്കുന്ന 2-3 പറഞ്ഞു എനിക്കറിയാലോ. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 2-3 ആൾക്കാരുണ്ട്. അവർക്ക് പൈസയും കിട്ടും. അതായത് ഇത്രയുള്ള വിഷയം. ഇത്രയുള്ള വിഷയം. ലക്ഷ്മണനോട് ഇന്ന ആള് ജയിക്കും എന്ന് പറഞ്ഞാൽ 5000 രൂപ വെച്ച് വെച്ചു. ഞാൻ അപ്പാണ് ഒരു മാറ്റവും ജയിക്കുന്നു പറഞ്ഞ 5000 രൂപ വെച്ചു. അപ്പൊ ഏതോ ഒരുത്തും ജയിക്കുമല്ല, ആ പൈസ കിട്ടും. തോറ്റാൻ പൈസ കൊടുക്കും. അതല്ലേ ഇതെല്ലാം. എന്നിട്ട് പ്രവചനം എന്തെന്ന് എന്നെ ഭയങ്കരല്ലേ. ഓൻ പ്രവചിച്ചില്ലേ? എന്നിട്ട് ഒരു 10,000 കിട്ടി. ഏത് ഇവൻ തോറ്റവന് കൊടുത്തത് ആരും അറിയില്ല. ജയിച്ചത് പ്രവചനത്തിന് കിട്ടി. നമ്മളെ നാട്ടിൽ തന്നെ കുറെ പറയേണ്ടി വരും. കാരണം നമ്മളെ അടുത്ത നമ്മളെ പാർട്ടിയുടെ അടുത്ത് തന്നെ ഇത് മന്ത്രിവാദികൾ അത്രയുണ്ട്. വലിയ വിദ്യാഭ്യാസ ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഞാൻ കൂടെ പിന്നെ എന്തോ വിഷയം ഉണ്ടെന്ന് മറ്റേ വാർത്തകൾ ആളെ പോകുമ്പോ ഒരു പോലീസുകാരി SI മോളെ കൊണ്ടുവന്നിട്ടുണ്ടേ. എല്ലാരും ഇവർക്ക് അവർക്കല്ല, നമുക്ക് എല്ലാവർക്കും ഭ്രാന്താണ്. ഈ പമ്പര കുട്ടികളെ നമ്മളെയാണ് ശരിക്കും തല്ലേണ്ടത്. നമ്മയാണ് കഥകള്. മറ്റൊക്കെ ദർശനാളില് ഒരു തമാശ ഉണ്ടായിട്ട് ഒരുത്തൻ
മുത്തപ്പൻ തെയ്യത്തോട് പറഞ്ഞു, മുത്തപ്പ പൊട്ടനോട് എനിക്ക് അത്യാവശ്യം ഒരു തെയ്യം കഴിപ്പിക്കാനുണ്ട്. ആളെങ്ങനെ സമയത്തല്ലേ ഇവന് പൂസായിരുന്നു. പിറ്റേന്ന് രണ്ടാമത് ചെറുപ്പം ടൗണിൽ നിന്ന് കണ്ടു യാദൃശ്യമായിട്ട്. ഇന്നലെ പറഞ്ഞ കാര്യം അപ്പൊ ഓർമ്മയില്ല. ഇത് സംഭവം എന്ന് വെച്ചാല് മാനസികമായിട്ട് മുതലെടുക്കുക അല്ലേ എല്ലാവരും. നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇത്തരം കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക. അത്രയാണ്. അത് മാത്രം നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തന്നെ അതിന്റെ വേറെ വിഷയം എന്ന് പറയുന്നത് കേട്ടോ, ഏതെടുത്ത് നോക്കിയാലും ഇപ്പൊ വാട്സപ്പ് എടുത്തു, ഫേസ്ബുക്ക് എടുത്തു, എന്തെടുത്ത് നോക്കിയാലും ഇത് മാത്രം കാണാം. ആദ്യം ഇത്തരം കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങള് വിശ്വസിക്കാതിരിക്കുക. അതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആലോചിച്ച പ്രശ്നം. അത്രേ ഉള്ളൂ. ഒരു നിമിഷം അങ്ങനെ ചിന്തിക്കണം. അതെ, അത്രേ ഉള്ളൂ. അറിഞ്ഞോ, ആഴ്ചയിൽ 500 രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം. 100% ജോലി ഉറപ്പോടുകൂടി. 1/4 നൂറ്റാണ്ടിന്റെ വിജയത്തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം. 100% പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം. അഡ്മിഷൻ തുടരുന്നു. 2 വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും 1 വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ. ഫോൺ നമ്പർ 9446007032, 9947771550, 8606897907.